അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു സ്ഥലത്ത് വായിച്ചതാണ് ഈ തൊന്താവി റഹ്മഹുല്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ് 70 വർഷത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ വായനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വായനകൾ നടത്തിയതിൽ ഞാൻ കണ്ട ഏറ്റവും തത്വസമ്പൂർണമായിട്ടുള്ള ഒരു വാചകം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇബ്നു ജൗസി റഹ്മഹുല്ല പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹം എടുത്തുദ്ധരിച്ചത്. ഇന്ന മശക്കത്ത ത്വാ തദ്ഹബ്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു ദീനീ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രാത്രി ഒരു തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വലിയ സംഖ്യ ദാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ, എന്തിനും, അല്ലെങ്കിൽ ഒരു പ്രബോധനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ദീൻ്റെ രംഗത്ത് നമ്മൾ നിലകൊള്ളുമ്പോൾ അതിൻ്റെ പിന്നിലാകുന്ന വിമർശനങ്ങൾ, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ദീനിയായി നിലകൊള്ളുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യുന്ന നിങ്ങൾ കടന്നു പോകും, അതൊക്കെ ഇല്ലാതാകും. ഒയബുക്കാ സവാബുക. എന്നാൽ ആ ചെയ്തതിൻ്റെ എല്ലാം കൂലി അവശേഷിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ അതില്ലാതെ പോവും, അതൊരിക്കലും നിലനിൽക്കില്ല. പക്ഷെ അതിൻ്റെ പ്രതിഫലവും എല്ലാ കാലത്തും നിലനിൽക്കും. ഇപ്പോൾ നമ്മൾ 25 കൊല്ലം മുമ്പ് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ബുദ്ധിമുട്ട് നമുക്കിന്നും വല്ല പ്രശ്നം ഉണ്ടാക്കണ്ടോ? ഇല്ല. എന്നാൽ അന്ന് നമ്മളെ ചെയ്ത കാര്യം ഇഖ്ലാസോടുകൂടെ നിയ്യത്തോടെ ചെയ്താണെങ്കിൽ അതിൻ്റെ കൂലി എവിടേക്കും പോവില്ല, ആ കൂലി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കും. ഇന്ന ലദ്ദത്തൽ മആസി, തെറ്റുകൾ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആസ്വാദനം. ഏതൊരു തെറ്റിനും ഒരു ആസ്വാദനമുണ്ട്. അപ്പോൾ അത് അശ്ലീല വീഡിയോസ് കാണുന്ന ആളുകൾ, അതല്ലെങ്കിൽ ആ ഹറാമുകൾ നോക്കുന്ന, അവർക്കതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാനന്ദമുണ്ട്. ആ ആനന്ദം തദ്ഹബ്, ആനന്ദം പോവും. അത് നമ്മളാ നിർത്തുന്നതോടുകൂടെ അത് പോവും. അത് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ആനന്ദം പിന്നെ ജീവിതകാലം മുഴുവനും അതിങ്ങനെ ആലോചിച്ച് ആനന്ദിക്കാൻ പറ്റൂ? പിന്നെ ആനന്ദം ഉണ്ടാവണില്ല, പിന്നെ അത് ചെയ്തല്ലോ എന്ന കുറ്റബോധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ വയബുക ഇക്കാബുക, അതിൻ്റെ ശിക്ഷ അവശേഷിക്കും. അതിൻ്റെ ശിക്ഷ എന്ത് ചെയ്യും? അവശേഷിക്കുകയും ചെയ്യുന്നതാണ്. ആ ചെയ്ത തെറ്റിൻ്റെ ആസ്വാദനം വന്നു കഴിഞ്ഞു, പക്ഷേ അതുമൂലം കിട്ടുന്ന ശിക്ഷ ഇനി പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. എത്ര വലിയൊരു തത്വമാണത്! സത്യത്തിൽ ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്ക് നമ്മൾ പോവില്ല, ഒരു നന്മ ചെയ്യാൻ ഒരിക്കലും നമ്മൾ മടി കാണിക്കുകയുമില്ല. കാരണം നന്മകൾ ചെയ്യാൻ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ആ ബുദ്ധിമുട്ട് ആലോചിച്ച് നമ്മൾ പിൻവാങ്ങില്ല, കാരണം ആ ബുദ്ധിമുട്ട് തീർന്നു പോകും. അതിൻ്റെ പ്രതിഫലമോ നമുക്ക് അനന്തമായി അനശ്വരമായി നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ദാനധർമ്മങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാ കൊടുക്കുന്ന സംഖ്യ വളർന്ന് 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 വലിയ പ്രതിഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് നമ്മളെ സ്വീകരിക്കാനുണ്ടായിരിക്കുന്നതാണ്. ജീവിതത്തിൽ എത്രയെത്ര തിന്മകൾ രസം കണ്ട ആളുകളുണ്ടായിരിക്കും, അതൊക്കെ അപ്പം തീർന്നു പോയില്ലേ. പിന്നെ അതിൻ്റെ ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അവർ ജീവിതത്തിൽ എപ്പോഴും ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ഗൈഡൻസ്, മാർഗനിർദ്ദേശം തരികയാണ് ദീന് കൊണ്ട് അള്ളാഹു ചെയ്യുന്നത്. ഇമ്മായ എത്തിയന്നക്കും മിന്നി ഹുദൻ, എൻ്റെ അടുക്കുന്നുള്ള ഒരു മാർഗദർശനം. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ളൊരു മാർഗദർശനം. അതാണ് ഇസ്ലാം, അതാണ് ഖുർആൻ. എന്തിലും ഒരു ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നത് പരമാവധി നമുക്ക് വരുന്ന അപകടങ്ങളെ ചെറുക്കാൻ അതുപകരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായി ഒരു വിദേശയാത്ര ചെയ്യണം. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം? അവിടുന്ന് എങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് എടുക്കണം, എങ്ങനെ എമിഗ്രേഷൻ കൗണ്ടർ എന്താണ്, അവിടെ ചെന്ന് നമ്മൾ ലഗേജ് എന്ത് ചെയ്യണം, എല്ലാ വിഷയങ്ങളിലും എത്രയോ കാലമായി യാത്ര ചെയ്ത പരിചയസമ്പന്നനായ ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായും ധാരാളം അബദ്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഉദാഹരണം പറയാം, നമ്മൾ പോയി ഒരു വിദേശ രാഷ്ട്രത്തിലെത്തി അവിടുത്തെ കൗണ്ടറിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ പെർമനൻറ്റ് വിസക്കാർക്കും വിസിറ്റിംഗ് വിസക്കാർക്കും വേറെ കൗണ്ടറായിരിക്കും, ചിലപ്പോൾ ഓരോ ഫ്ലൈറ്റുകൾക്ക് വേറെ കൗണ്ടറായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാതെ നമ്മളൊരു ക്യൂവിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ എത്തുന്ന സമയത്തായിരിക്കും നമ്മളത് അറിയുക. എത്രയോ സമയം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ ചില പരിചയങ്ങൾ നമുക്ക് വളരെ ഉപകരിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ജീവിതത്തിലൊക്കെ ഉണ്ട്. അത് ആരാണ് ആ ഉപദേശങ്ങൾ തരേണ്ടത്? എല്ലാം എക്സ്പേർട്ടാണ് തരേണ്ടത്. ഒരു യാത്ര പോകുമ്പോൾ അതിൽ നമുക്ക് മാർഗ്ഗനിർദ്ദേശം തരേണ്ടത് യാത്ര ചെയ്ത് പരിചയമുള്ള എക്സ്പേർട്ടാണ്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മാർഗ്ഗനിർദ്ദേശം തരേണ്ടത് ബിസിനസ്സിൽ പരിചയമുള്ള എക്സ്പേർട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആ മൂലധനം വെറുതെ പോകും. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ് നമുക്ക് മാർഗ്ഗനിർദ്ദേശം തന്നത്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്തോളൂ, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ നിയമങ്ങളെ സമ്പൂർണ്ണമായി പാലിക്കുമ്പോൾ അത് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കും. ആ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും നമ്മൾ തെറ്റിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകളുടെ മുന്നോട്ട് പോകാനും പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.